നൽകിയത്. കൊച്ചി കോർപ്പറേഷന്റെ മാലിന്യ വണ്ടികൾ തടഞ്ഞ് ഫയർഫോഴ്സ്. ബ്രഹ്മപുരത്തേക്ക് മാലിന്യവുമായി പോകുന്ന വാഹനങ്ങളാണ് തടഞ്ഞത്. വാഹനങ്ങളിൽ നിന്നും മലിനജലം റോഡിൽ വീഴുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. മലിനജലത്തിൽ തെന്നി നിരവധി ഇരുചക്ര വാഹനക്കാർ അപകടത്തിൽപ്പെട്ടു. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അശ്വിൻ, എന്താണ് ഈ പ്രതിഷേധത്തിന് കാരണം? എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്ന് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, കാക്കനാട് കളക്ട്രേറ്റ് സിഗ്നലിലാണ് ബ്രഹ്മപുരത്തേക്കുള്ള കൊച്ചി കോർപ്പറേഷന്റെ 7 മാലിന്യ വാഹനങ്ങൾ നാട്ടുകാർ ആദ്യം തടഞ്ഞത്. പിന്നീട് ഫയർഫോഴ്സ് എത്തി തുടർന്ന് വന്ന വാഹനങ്ങളും തടഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്, ഈ മാലിന്യ വാഹനങ്ങൾ. ആ മാലിന്യ വാഹനങ്ങളിൽ കരുതിയിരിക്കുന്ന മാലിന്യങ്ങളിൽ നിന്നും ഇങ്ങനെ നിരവധി ഒരുപാട് തവണയായി വെള്ളം ഇങ്ങനെ റോഡിലേക്ക് വീഴുന്നുണ്ട്. അത് ഈ മാലിന്യം എടുത്തുകൊണ്ട് വരുന്നിടം മുതൽ ഈ മാലിന്യ വെള്ളം റോഡിൽ പതിക്കുകയാണ്. ആ വെള്ളത്തിൽ തെന്നി വീണ ഒരുപാട് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് കഴിഞ്ഞ കുറെ നാളുകളായി അവർ തെന്നി വീഴുന്നുണ്ട്. അവർക്ക് ഗുരുതരമായ പരിക്കേൽക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ കുറെ നാളായി നാട്ടുകാർ ഉൾപ്പെടെ ഈ പരാതി ഉന്നയിക്കുകയും ഈ വാഹനങ്ങൾ പോകുന്നതിന് പുറകെ ഫയർഫോഴ്സിന്റെ ഒരു വാഹനം പോയി റോഡ് വൃത്തിയാക്കുകയും ചെയ്യുന്ന ഒരു പതിവ് പരിപാടി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടന്നു വരികയായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇനി അത് സാധിക്കില്ല, ഇനി അങ്ങനെ ഇവർക്ക് പുറകെ പോകാനാവില്ല എന്നുള്ള നിലപാട് ഫയർഫോഴ്സ് സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഇന്ന് ഈ വാഹനങ്ങൾ തടഞ്ഞത്. എന്തായാലും ഇപ്പോൾ കൌൺസിലർമാർ, തൃക്കാക്കര നഗരസഭയിലെ കൌൺസിലർമാരടക്കം ഈ കാക്കനാട് പ്രധാന റോഡ് തടഞ്ഞിട്ടിരിക്കുകയാണ്. വാഹനങ്ങൾ റോഡിൽ തന്നെ കിടക്കുകയാണ്. വലിയ ഗതാഗത കുരുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടുമുണ്ട്. ഈ വാഹനങ്ങൾ ഇവിടുന്ന് മാറ്റുന്നതുവരെ ഈ പ്രതിഷേധം തുടരുമെന്നാണ് പറയുന്നത്. സാർ, നമുക്ക് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ അപ്പുറത്ത് സമരം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അന്ന് കൊച്ചിൻ കോർപ്പറേഷന്റെ ചെയർമാൻ ഒരു ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ഇനി പോകുന്ന വണ്ടികളിലെല്ലാം താഴെ ടർപ്പോളിൻ കവർ ചെയ്തതിന് ശേഷം മാത്രമേ വേസ്റ്റിലുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ സാറ് നോക്കിക്കോ, അത് കണ്ടോ, വെള്ളം ഉണ്ടോ? വേണു, അങ്ങനെയാണ്. അത് ചില ഉറപ്പുകൾ ഇവർക്ക് കഴിഞ്ഞ തവണ കോർപ്പറേഷൻ നൽകിയിരുന്നു. ആ ഉറപ്പുകൾ പാലിക്കാതെയാണ് ഈ വാഹനങ്ങളുമായി ഈ റോഡ് വഴി ഇവർ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. നമുക്ക് ഈ റോഡ് കണ്ടാൽ തന്നെ അറിയാം, ഗ്രിപ്പ് പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഈ റോഡുള്ളത്. സ്ഥിരമായി ഈ വാഹനങ്ങൾ മാലിന്യ ജലവുമായി പോയി ഇവിടെ ഒരു വഴുക്കൽ ഉണ്ടാകുന്ന തരത്തിലേക്ക് ഈ റോഡ് പൂർണ്ണമായി മാറി എന്നുള്ളത് വലിയ ഗുരുതരമായ ആരോപണമാണ്. എന്തായാലും ഇപ്പോൾ 7 വാഹനങ്ങളാണ് കോർപ്പറേഷന്റെ തടഞ്ഞിട്ടിരിക്കുന്നത്. അതുമൂലം ഈ പ്രധാന റോഡ് വഴി ഇപ്പോൾ വാഹനങ്ങൾക്ക് പോകാനാവാത്ത രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ട്. ഈ വാഹനങ്ങളുടെയൊക്കെ പുറകിൽ, ഈ എല്ലാ വാഹനങ്ങളുടെയും പുറകിൽ നിന്നും ഇങ്ങനെ വലിയ തോതിൽ മാലിന്യം ഒഴുകി വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ സാഹചര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അവിടെ നിന്ന് വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയാണ്. ഈ റോഡ് പൂർണ്ണമായും ഇപ്പോൾ ഈ കൌൺസിലർമാരുടെ റോഡ് വിരോധത്തിൽ തടഞ്ഞിട്ടിരിക്കുകയാണ്. ഇത് സാധാരണ വെള്ളം പോലെ തോന്നുന്നുണ്ടെങ്കിലും വാഹനങ്ങൾ നടന്നാൽ പോലും തെന്നി വീഴുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ദ്രാവകം ഇതിലേക്ക് ഒഴുകി വീഴുന്നത്. ഒപ്പം അസഹ്യമായ ദുർഗന്ധവും ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആ പ്രതിഷേധം തുടരുകയാണ്. കോർപ്പറേഷൻ അധികൃതർ ഇതിൽ അടിയന്തരമായി ഇടപെടണം എന്നുള്ളതാണ് ഈ കൌൺസിലർമാരുടെയും ഒപ്പം ഫയർഫോഴ്സിന്റെയും ഒക്കെ ആവശ്യം. ഫയർഫോഴ്സ് ജില്ലാ മേധാവി ഇന്ന് കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകാനും ഒരുങ്ങുകയാണ്. വേണു, ശരി, കോർപ്പറേഷന്റെ മാലിന്യ വണ്ടികൾ തടഞ്ഞ് പ്രതിഷേധം. അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്നും